വിദ്യാർത്ഥികൾക്കൊപ്പം സുംബ ഡാൻസ് കളിച്ച് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. മൗണ്ട് കാർമൽ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്കൊപ്പം മന്ത്രിയും ചുവടുവെച്ചത്. സ്കൂളിലെ 1000-ഓളം വരുന്ന കുട്ടികളും സുംബയിൽ അണിചേർന്നു. She like the moving, he like the moving. We like the one like to shake it. He like to shake it, yeah. Somebody say yeah. സുംബ ഡാൻസിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് കായികവും മാനസികവുമായ ഉണർവാണെന്ന് മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെ ദീർഘവീക്ഷണവും ഭാവനാസമ്പന്നവുമായ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. അതിനായി കക്ഷി രാഷ്ട്രീയ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകും. മാനസികവും കായികവുമായ ഉണർവ് ഉറപ്പാക്കാൻ കഴിയുന്ന ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള പ്രവർത്തനമാണ്. അതിനെ പല രൂപത്തിൽ വിവാദങ്ങൾക്ക് വിധേയമാക്കാൻ മുന്നോട്ട് വരുന്നവരോടെല്ലാം ഗവൺമെന്റിന് പറയാനുള്ളത്, ഇപ്പോൾ സുംബ ഡാൻസ് നടത്തിയാൽ കുട്ടികൾക്കുണ്ടാകുന്ന മാനസികവും കായികവുമായ ഒരു ഉണർവുണ്ട്. ആ ഉണർവാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെല്ലാം അതിനുവേണ്ടി തയ്യാറെടുത്ത് ഊർജ്ജസ്വലരായി മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായ ഉന്മേഷവും കായികമായ ഉണർവും നിശ്ചയമായും നാളുകളിൽ അവരുടെ പൊതുജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലഹരിക്കെതിരെ സുംബ ഡാൻസ് കളിച്ച് മൗണ്ട് കാർമലിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനും മന്ത്രി മറന്നില്ല. ചടങ്ങിൽ കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം അജിത് പൂഴിത്തറ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ KJ പ്രസാദ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MR സുനിമോൾ, സ്കൂൾ പ്രിൻസിപ്പൽ TP മേരി, ഹെഡ്മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ AS ജെയിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.